സോ ഹായ് എവറി വൺ. സോ ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് ഞാൻ പുതിയൊരു പ്രൊഫൈൽ കുറച്ച് മാസങ്ങൾക്ക് മുന്നേ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, റീമാപ്പിംഗ് മൈ ലൈഫ് എന്ന് പറഞ്ഞിട്ട്. സോ ഞാൻ ആ പ്രൊഫൈൽ സ്റ്റാർട്ട് ചെയ്തതിനൊരു മേജർ റീസൺ ഉണ്ട്. ആ മേജർ റീസൺ പറയാനുള്ള ടൈം ആയിട്ടില്ല, അത് ഞാൻ കുറച്ച് നാളും കൂടെ കഴിഞ്ഞിട്ട് പറയാം. ബട്ട് റൈറ്റ് നൗ ഞാൻ ആ പ്രൊഫൈലിൽ കോണ്ടൻറ്റ്സ് ഇടാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈവൻ ദോ ഒരു എത്രയോ മാസങ്ങൾക്ക് മുന്നേ തുടങ്ങിയതാണ്. ഞാൻ വീഡിയോ ഒക്കെ എടുത്തു, ലൈക്ക് ഇടാനായിട്ട് ഇതിടാമെന്നൊക്കെ പറഞ്ഞെടുത്തു. പക്ഷേ ദർ വാസ് സം കൈൻഡ് ഓഫ് റെസിസ്റ്റൻസ്. എനിക്ക് ഇടാനൊരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടായിരുന്നു. പിന്നെ ഇന്നലെ ഇരുന്നപ്പോൾ എന്തോ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ചെറുതായിട്ട് മാറി കിട്ടിയ ഒരു ഗ്യാപ്പ് കണ്ടിട്ട് ഞാനങ്ങ് പെട്ടെന്ന് കയറി ഒരു ഇൻട്രോ പോലത്തെ ഒരു കാര്യം പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ അതെല്ലാം ഞാൻ വരുന്ന ദിവസങ്ങളിൽ ആക്റ്റീവായി ഇടുന്നുണ്ടാവും. സോ നിങ്ങൾക്ക് ആ പ്രൊഫൈലിൽ നിന്ന് എന്ത് എക്സ്പെക്റ്റ് ചെയ്യാം എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ മെൻഷൻ ചെയ്യുന്നത്. സോ ബേസിക്കലി ഞാൻ എൻ്റെ കരിയറിൽ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് കരിയർ ആയിക്കോട്ടെ, ബിസിനസ് കൺസൾട്ടേഷൻ ആയിക്കോട്ടെ, നമ്പർ ഓഫ് കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട് ഇതിനിടയിൽ. അപ്പോൾ ആ കാര്യങ്ങളിലെല്ലാം ഞാൻ കണ്ട ഓരോ ചാലഞ്ചസും അതിൽ ഞാൻ ഫിഗർ ഔട്ട് ചെയ്ത സൊല്യൂഷനും, അത് എൻ്റെ കരിയർ വൈസ് ആണെങ്കിലും ഞാൻ ചെയ്തിട്ടുള്ള ബിസിനസ്സിൻ്റെ ആംഗിൾ, ഫ്രീലാൻസിങ് ആംഗിൾ, കൺസൾട്ടിങ് ആംഗിൾ, ഇതിലെല്ലാം എനിക്ക് ഹെൽപ്പ് ചെയ്ത പോയിൻറ്റ്സ് ആണ് ഞാൻ ആ പ്രൊഫൈലിൽ ഷെയർ ചെയ്യുന്നത്. സോ ഈ ഒരു കാര്യങ്ങൾ എന്നൊരു ടെക്നിക്കൽ സൊല്യൂഷൻ അല്ല, ഇറ്റ് ഈസ് മോർ അബൌട്ട് ലൈക്ക് എൻ്റെ പേഴ്സ്പെക്റ്റീവിൽ ഞാൻ കൊണ്ടുവന്ന ചേഞ്ചസ്, എൻ്റെ ലൈഫിൽ എത്രത്തോളം ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്, എൻ്റെ തോട്ട് പ്രോസസ്സ്, ഞാൻ എങ്ങനെ ഒരു കാര്യം ആലോചിക്കുന്നു, അതെങ്ങനെ പ്രോസസ്സ് ചെയ്യുന്നു, അതെല്ലാം എത്രത്തോളം ഇമ്പാക്റ്റ് എൻ്റെ ലൈഫിലും എൻ്റെ കരിയറിലും എൻ്റെ ഫ്രീലാൻസിങ് ജേർണിയിലും എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഡെഫിനറ്റ്ലി എല്ലാവരും ചിന്തിക്കാതെ പോകുന്നൊരു കാര്യമാണ്. ഇറ്റ്സ് നോട്ട് അബൌട്ട് ദ പ്രോപ്പർ സ്കിൽ. ടെക്നിക്കൽ സ്കില്ലല്ല എപ്പോഴും മാറ്റർ ചെയ്യുന്നത്. നമുക്ക് അതിനകത്ത് കുറേ സോഫ്റ്റ് സ്കിൽസ് ഉണ്ട്. സോഫ്റ്റ് സ്കിൽസ് മാത്രമല്ല, നമ്മളൊരു കാര്യം എങ്ങനെ അപ്രോച്ച് ചെയ്യുന്നു, നമ്മൾ ആ കാര്യം എങ്ങനെ പ്രോസസ്സ് ചെയ്യുന്നു, ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ആ ഒരു ജേർണിയിൽ. അപ്പം മേ ബി നമ്മളത് ഹാൻഡിൽ ചെയ്യുന്ന രീതി ശരിയല്ലാത്തതുകൊണ്ട് ആയിരിക്കാം നമുക്കൊരു സക്സസ് കാണാൻ പറ്റാത്തത്. ഇപ്പോൾ ഇതിൽ ഞാൻ കോമൺലി കേൾക്കുന്നൊരു ക്വസ്റ്റ്യൻ ആണ്, ഞാൻ ഫ്രീലാൻസിങ് ക്ലയൻസിനെ നോക്കുന്നുണ്ട്, എനിക്ക് ക്ലയൻസിനെ കിട്ടുന്നില്ല എന്നുള്ളത്. ഞാൻ ഈ പറഞ്ഞ ആൾക്കാർക്ക് ഒന്ന് ഡീറ്റെയിൽ ആയി സംസാരിക്കുമ്പോഴാണ് അവർ പിച്ച് ചെയ്യേണ്ട രീതിയിലല്ല പിച്ച് ചെയ്ത്. ഇറ്റ് ഇസ് നോട്ട് ടെക്നിക്കൽ സൈഡ്. ഓക്കെ, അവരുടെ ടെക്നിക്കൽ സൈഡിലല്ല പ്രോബ്ലം. അവർ പിച്ച് ചെയ്തിട്ടുണ്ട്, ക്ലയൻറ്റിൻ്റെ നിന്ന് റെസ്പോൺസ് കിട്ടിയിട്ടുണ്ട്, ബട്ട് അവർക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. സോ അവരുടെ ആ ഒരു പ്രോസസ്സിലാണ് പ്രോബ്ലം ഞാൻ മോസ്റ്റ്ലി കണ്ടിട്ടുള്ളത്. അപ്പോൾ മേ ബി ഒരു ക്ലയൻറ്റിൻ്റെ അടുത്ത് ഇൻട്രാക്ട് ചെയ്യേണ്ട രീതി ശരിയായിട്ടുണ്ടാവത്തില്ല, അല്ലെങ്കിൽ അവർക്ക് ഒരു കാര്യം എക്സ്പ്രസ് ചെയ്ത രീതി ക്ലയൻറ്റിന് ക്യാച്ച് ചെയ്ത് തോന്നിയിട്ടുണ്ടാവത്തില്ല. മേ ബി ഈ കാര്യങ്ങൾ കൊണ്ടാവാം ആ ക്ലയൻറ്റ് ഓക്കെ യെസ് പറയാത്തത്. അല്ലാതെ അവർക്ക് നമ്മുടെ പ്രീവിയസ് ക്ലയൻറ്റിൻ്റെ പോർട്ട്ഫോളിയോയും അതെല്ലാം അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അവർ നമ്മുടെ പ്രൈസിങ്ങിൽ ഓക്കെ ആയിരിക്കും. പക്ഷേ നമ്മൾ അവരെ അപ്രോച്ച് ഡീൽ ചെയ്ത രീതി, അതിൽ മേ ബി അവർക്കൊരു ഇമ്പ്രസീവ്നെസ് തോന്നാത്തതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ നമുക്ക് പ്രൊജക്റ്റ് കൺവേർട്ട് ആവാത്തത്. അപ്പോൾ ഞാൻ ഇതിന് മുന്നേ എൻ്റെ അടുത്ത് കൺസൾട്ടേഷൻ എടുത്തിട്ടുള്ള കുറേ പേർക്ക് ഞാനൊരു ഓൾറെഡി ഒരു സെയിൽസ് കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സെയിൽസ് കൺസൾട്ടേഷൻ കൊടുത്ത ടൈമിൽ ഞാൻ ഈ ഫ്രീലാൻസിങ് ചെയ്യുന്ന ആൾക്കാരെ എൻ്റെ അടുത്ത് അപ്രോച്ച് ചെയ്തപ്പം അവർ പറഞ്ഞിട്ടുള്ളൊരു കാര്യമായിരുന്നു, അവർക്ക് ഒരു 30,000 ഒക്കെ ഒരു സർവീസ് ചാർജ് മേടിക്കാൻ പറ്റുന്നുള്ളൂ പെർ മന്ത് ഒരു ക്ലയൻറ്റിൻ്റെ നിന്ന്. അത് 50,000 1 lakh അങ്ങനെയൊന്നും അവർക്ക് മേടിക്കാൻ പറ്റുന്നില്ല. അവർക്കറിയാം ഇതിൽ പൊട്ടൻഷ്യൽ ഉണ്ട്, അത്രത്തോളം പേ ചെയ്യുന്ന ക്ലയൻസിനെ കിട്ടുമായിരിക്കാം, ഉണ്ട്, അവരുടെ ഫ്രണ്ട്സിന് അങ്ങനത്തെ ആൾക്കാരെ കിട്ടുന്നുണ്ട്, പക്ഷേ അവർക്ക് അങ്ങനത്തെ ക്ലയൻറ്റിനെ ക്രാക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അവർക്ക് ഡീറ്റെയിൽ ആയി സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ കാര്യം, അവർ പിച്ച് ചെയ്യുന്നതൊക്കെ ഓക്കെയാണ്, ബട്ട് വാട്ട് ദേ കമ്മ്യൂണിക്കേറ്റ്, ആ പിച്ചിൽ എന്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, അവരെങ്ങനെ അവരുടെ ഒരു സർവീസിന് എക്സ്പ്രസ് ചെയ്യുന്നു, അതെല്ലാം ഒരു ക്ലയൻറ്റിന് ഇമ്പ്രസീവായി തോന്നുന്നില്ല എന്നാണ് എനിക്ക് ഫിഗർ ഔട്ട് ചെയ്യാൻ പറ്റിയത്. അപ്പോൾ അവരെൻ്റെ സെയിൽസ് കൺസൾട്ടേഷൻ എടുത്ത ടൈമിൽ അതിന് പുറമെ നമ്മളൊരു ഗ്രോത്ത് മൈൻഡ് സെറ്റ് സെഷൻ എന്ന് പറഞ്ഞൊരു കൺസൾട്ടേഷനും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഗ്രോത്ത് മൈൻഡ് സെറ്റിൽ ഈ പേഴ്സ്പെക്റ്റീവ്സ് ചേഞ്ച് ചെയ്യുക, നമ്മൾ ഒരു സക്സസ്ഫുൾ പേഴ്സൺ ഓർ ലൈക്ക് സക്സസ്സിലേക്ക് ലീഡ് ചെയ്യുന്നൊരു കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ ഇൻകോപ്പറേറ്റ് ചെയ്തൊക്കെയാണ് നമ്മൾ ഗ്രോത്ത് മൈൻഡ് സെറ്റിൽ നമ്മൾ ഒരു കോച്ചിങ് പോലെ കൊടുക്കുന്നത്. അപ്പോൾ ആ ഗ്രോത്ത് മൈൻഡ് സെറ്റും ഈ സെയിൽസ് കൺസൾട്ടേഷനും എടുത്ത ആൾക്കാരിൽ നമ്മളൊരു ഹ്യൂജ് ചേഞ്ച് കണ്ടിട്ടുണ്ട്. ഈ ഹ്യൂജ് ചേഞ്ച് എന്ന് പറയുന്നത് അവരുടെ പേഴ്സ്പെക്റ്റീവ് തന്നെ വിത്തിൻ ഫ്യൂ മന്ത്സ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അവരുടെ ഗോൾസ്, അവരുടെ ഡ്രീംസ്, അവരെങ്ങനെ ആ ഒരു ഡ്രീമിനെ വിഷ്വലൈസ് ചെയ്യുന്നു, ഇതിലെല്ലാം അവർക്ക് ഡ്രമാറ്റിക്കലി ഒരു ഹ്യൂജ് ചേഞ്ച് വന്നിട്ടുണ്ടായിരുന്നു. ആ ചേഞ്ച് അവർ ഈ പിച്ച് ചെയ്യുന്ന കാര്യങ്ങളിലും എവിഡൻ്റ് ആവാൻ തുടങ്ങിയപ്പം അവർക്ക് ബെറ്റർ റിസൾട്ട് കാണാൻ പറ്റി. അപ്പോൾ ഇതായിരുന്നു അവർക്ക് നടന്നത്. സോ എൻ്റെ സെയിൽസ് കൺസൾട്ടേഷനും ഗ്രോത്ത് മൈൻഡ് സെറ്റ് എടുക്കണം എന്നുള്ളതല്ല ഇവിടുത്തെ പോയിന്റ്. സോ ഞാൻ ഒബ്സർവ് ചെയ്ത കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു കാര്യം പ്രോസസ്സ് ചെയ്യുന്ന രീതി, നമ്മളെങ്ങനെ അത് എക്സ്പ്രസ് ചെയ്യുന്നു, നമ്മൾ
അങ്ങനത്തെ കുറേ ഫാക്ടേഴ്സ് നമ്മുടെ പെർസ്പെക്റ്റീവ്. ഇപ്പം നമ്മൾ 1 lakh പ്ലസ് ഒരു പ്രൊജക്റ്റ് കിട്ടണമെന്ന് നമ്മൾ വിഷ്വലൈസ് ചെയ്യണം. 1 lakh പ്ലസ് ഒരു പ്രൊജക്റ്റ് കിട്ടാൻ ഉള്ള സ്കില്ല് എൻ്റെ കയ്യിലുണ്ടോ എന്നുള്ളതിലൊരു കോൺഫിഡൻസ് വേണം. ഇനി സ്കില്ലുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ കോൺഫിഡൻസ് ഉണ്ടായി എന്നും വരത്തില്ല. അപ്പോൾ ഇങ്ങനത്തെ പല ഫാക്ടേഴ്സാണ് ഒരാൾക്കൊരു പ്രൊജക്റ്റ് കിട്ടാത്തതിൻ്റെ റീസൺസ് ആയിട്ട് ഞാൻ പല ആൾക്കാരെയും കൺസൾട്ട് ചെയ്തപ്പോൾ എനിക്ക് ഫിഗർ ഔട്ട് ചെയ്യാൻ പറ്റിയത്. അപ്പോൾ ഈ പ്രോബ്ലംസ് എനിക്കും ഉണ്ടായിരുന്ന പ്രോബ്ലംസ് ആണ്. ഇപ്പം ഞാൻ എന്നെ തന്നെ ഒരു സെൽഫ് അവെയർ ആയിരുന്നുകൊണ്ട് ഞാൻ എന്നെ തന്നെ ഒന്ന് റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു, സെൽഫ് റിഫ്ലക്ഷൻ ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ ചെയ്യുന്ന ആക്ടിവിറ്റീസും ഞാൻ ചെയ്യുന്ന കാര്യങ്ങളും ഓക്കെ ആണോ, ഞാൻ എവിടെ ഇമ്പ്രൂവ് ചെയ്യണം എന്നുള്ളത് ഞാൻ തന്നെ എന്നെ തനി അനലൈസ് ചെയ്യുന്നുണ്ട്. എനിക്ക് ഫിഗർ ഔട്ട് ചെയ്യാൻ പറ്റി എന്ത് ചെയ്തപ്പോൾ എനിക്ക് വർക്കൗട്ട് ആയി എന്നുള്ളതും എന്ത് ചെയ്തപ്പോൾ എനിക്ക് വർക്കൗട്ട് ആയില്ല എന്നുള്ളതും. ആ കാര്യങ്ങൾ ഞാൻ എവിടേക്കാണോ ഇമ്പ്രൂവ്മെൻറ്റ്സ് വരുത്തേണ്ടത് അത് ഞാൻ തനിയെ ഇമ്പ്രൂവൈസ് ചെയ്ത് പല രീതിയിൽ അത് ടെസ്റ്റ് ചെയ്തു, ഏതാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത്. ഒരു ലോങ് പ്രോസസ്സാണ്. ഇന്ന് ഞാൻ ടെസ്റ്റ് ചെയ്ത് നാളെ എനിക്ക് റിസൾട്ട് കിട്ടിയ കാര്യമല്ല ഞാൻ പറയുന്നത്. 5+ years ആയിട്ട് ഞാൻ പല ടൈമിൽ പല കാര്യങ്ങൾ ചെയ്ത് ഞാൻ ഫിഗർ ഔട്ട് ചെയ്ത കാര്യങ്ങളാണ്. അപ്പോൾ ഞാൻ ഫിഗർ ഔട്ട് ചെയ്തു. ചിലത് ഫെയിലിയർ ആയിട്ടുണ്ട്. ഫെയിലിയർ ആയത് വീണ്ടും ഞാൻ അനലൈസ് ചെയ്തു, എങ്ങനെ നമുക്കത് ബെറ്റർ ആക്കാൻ പറ്റും എന്നുള്ളത്. ആ പ്രോസസ്സിലെല്ലാം എനിക്ക് ഗോ ത്രൂ ചെയ്തുകൊണ്ട് എനിക്ക് വേറൊരാൾ എവിടെയാണ് സ്ട്രഗിൾ ചെയ്യുന്നത് എന്നുള്ളത് എനിക്ക് കുറച്ചും കൂടെ ഫിഗർ ഔട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ എൻ്റെ സ്ട്രഗിൾസ് ഡെഫിനറ്റ്ലി വേറെ ആൾക്കാർക്കും സിമിലർ രീതിയിൽ എവിടെയെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടാവും എന്നെനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്, തോന്നിയിട്ടുണ്ട്. ഞാൻ കൺസൾട്ട് ചെയ്ത പല ക്ലയൻസിൻ്റെ അടുത്തും ഞാൻ സ്ട്രഗിൾ ചെയ്ത ഫേസസും പോയിൻറ്റേഴ്സും ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇതുപോലത്തെ വീഡിയോസ് റീമാപ്പിംഗ് ലൈഫ് എന്ന് പറഞ്ഞ എൻ്റെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലിൽ ഞാൻ ഇതുപോലത്തെ ഇൻഫർമേഷൻസ് ആണ് ഷെയർ ചെയ്യുന്നത്. ഇറ്റ്സ് ലൈക്ക് ഞാൻ എൻ്റെ എന്ത് മൈൻഡ് സെറ്റ് മാറ്റിയപ്പോൾ എനിക്ക് വർക്കൗട്ടായി, ആ മൈൻഡ് സെറ്റ് ചേഞ്ച് എനിക്ക് എത്രത്തോളം ഇമ്പാക്റ്റ് എൻ്റെ ലൈഫിൽ, എൻ്റെ കരിയറിൽ കൊണ്ടുവന്നിട്ടുണ്ട്, അതിൽ പോസിറ്റീവ്സ് ആയിട്ടുള്ള എന്തായിരുന്നു, നെഗറ്റീവ് ആയിട്ടുള്ള എന്ത് കാര്യങ്ങളാണ് ഞാൻ മാറ്റിയത്, എങ്ങനെ മാറ്റി എന്നുള്ള ഇൻഫർമേഷൻസാണ് ഞാൻ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ബിക്കോസ് ഞാൻ കണ്ടത് വെച്ച് ഇതുവരെയുള്ള പ്രോജക്ട്സിലെല്ലാം, അത് ബിസിനസ് ചെയ്യുന്ന ഓൺടർപ്രണേഴ്സ് ആയിക്കോട്ടെ, ഫ്രീലാൻസേഴ്സ് ആയിക്കോട്ടെ, ഇവരിലെല്ലാവരും ഞാൻ പല ചലഞ്ചസ് അവർ നേരിടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ആൻഡ് ആ ഒരു ചലഞ്ചസിൻ്റെയൊക്കെ ഒരു സൊല്യൂഷനായിട്ടാണ് ഞാൻ ഈ സെയിൽസ് കൺസൾട്ടേഷൻ കോളും ഗ്രോത്ത് മൈൻഡ് സെറ്റ് സെഷനൊക്കെ ഞാൻ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. ബട്ട് അത് എല്ലാവരും ആ ഒരു സെഷനിലേക്ക് അറ്റൻഡ് ചെയ്യണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കൂടുതൽ ആൾക്കാർക്ക് ഹെൽപ്പ് ആവണം എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പ്രൊഫൈൽ സ്റ്റാർട്ട് ചെയ്ത് ഈ പ്രൊഫൈലിൽ ഞാൻ ഇങ്ങനത്തെ കോണ്ടൻറ്റ്സ് ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. സോ ഫോർ എക്സാമ്പിൾ, ഇപ്പം ഞാൻ ഇനിഷ്യലി ഇപ്പം എല്ലാവരും ഫസ്റ്റ് ഡേ തന്നെ സക്സസ്ഫുൾ ആവത്തില്ല. എല്ലാവർക്കും അവരുടെ സ്ട്രഗ്ലിംഗ് സ്റ്റേജസ് ഉണ്ട്. ഈവൻ നമ്മൾ സക്സസ്ഫുൾ ആയി എന്ന് വിചാരിച്ചാലും നെക്സ്റ്റ് ഡേ നമുക്കൊരു സ്ട്രഗ്ലിംഗ് സ്റ്റേജ് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിഷ്യലി ഞാൻ എൻ്റെ ഫ്രീലാൻസിങ് എല്ലാം തുടങ്ങിയപ്പം വാട്ട് വാസ് മൈ ആക്ച്വൽ ജേർണി, എൻ്റെ ആക്ച്വൽ ഫ്രീലാൻസിങ് എങ്ങനെയായിരുന്നു തുടങ്ങിയ സമയത്ത് ഉണ്ടായിരുന്നത് എന്നുള്ളതൊക്കെയാണ് എനിക്ക് ഷെയർ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ. ബിക്കോസ് എപ്പോഴും ഒരാൾ അവരുടെ ഒരു നല്ല സൈഡായിരിക്കും എപ്പോഴും പറയുന്നുണ്ടാവുന്നത്. എല്ലാവർക്കും ഗ്രോ ചെയ്യണമെങ്കിൽ അവർക്ക് ഒരു കോയിന് 2 സൈഡ് ഉണ്ടെന്ന് പറയുമല്ലോ. അപ്പോൾ ഒരു സൈഡ് മാത്രം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഫുള്ളി മനസ്സിലാക്കാൻ പറ്റത്തില്ല. അപ്പുറത്തെ സൈഡിലും എന്ത് നടന്നു എന്നുള്ളത് നമുക്കറിയണം. അപ്പോഴേ നമുക്കിത് ഫുള്ളി കണക്ട് ചെയ്തിട്ട് ഓക്കെ, ഇതിന് ഇത്രയും ചലഞ്ചസ് ഉണ്ട്, ഇത്രയും ചലഞ്ചസിലൂടെ ഗോ ത്രൂ ചെയ്തുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇങ്ങനത്തെ ഒരു കാര്യം ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് ഫിഗർ ഔട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഐ തിങ്ക് ഇപ്പോൾ ഓൾറെഡി ഫ്രീലാൻസിങ് ചെയ്തു തുടങ്ങുന്ന ആൾക്കാർ അവരെല്ലാവരും ഒരു കളർഫുൾ സൈഡ് ആണ് കാണുന്നത്. അപ്പം ഇനിഷ്യലി ആ ഗ്രോത്ത് തുടങ്ങിയ പോയിന്റിൽ എന്തായിരുന്നു അതിൻ്റെ റിയാലിറ്റി, എന്ത് ടൈപ്പ് ഓഫ് ക്ലയൻറ്റ് ഞാൻ ഡീൽ ചെയ്തത്, ക്ലയൻസിന് ഉണ്ടായിരുന്ന ചലഞ്ചസ് എന്തായിരുന്നു, ഞാൻ ഫേസ് ചെയ്ത ചലഞ്ചസ് എന്തായിരുന്നു, അതിനുള്ള സൊല്യൂഷൻസ് എന്തായിരുന്നു, എല്ലാം നിർത്തി പോയാലോ എന്നുള്ളൊരു ഫേസ് വന്നിട്ടുണ്ടോ, അതോ ലൈക്ക് ഒരു ഭയങ്കര റെസീലിയൻറ്റ് ബിഹേവിയറായിട്ട് ബൗൺസ് ബാക്ക് ചെയ്ത് എപ്പോഴും വരുന്നൊരു ടൈപ്പ് ആയിരുന്നോ, അല്ലെങ്കിൽ എനിക്ക് ആ ബൗൺസ് ബാക്ക് ചെയ്യാൻ പറ്റിയ ഒരു എനർജി ആൻഡ് തിങ്സ് എനിക്ക് എവിടെ നിന്ന് കിട്ടി എന്നുള്ള എല്ലാം എൻ്റെ ഓരോ ലേണിംഗ് ലെസൺസ് ആണ്. അപ്പോൾ ആ ലേണിംഗ് ലെസൺസ് ആണ് ഞാൻ ഈ ഒരു റീമാപ്പിംഗ് ലൈഫ് എന്ന് പറഞ്ഞ പ്രൊഫൈൽ വഴി ഞാൻ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. വേറെ ഒന്നുമല്ല, എനിക്ക് വർക്കൗട്ട് ആയിട്ടുള്ള പല കാര്യങ്ങളാണ്. വേറൊരു എക്സ്പെരിമെൻറ്റും ഒന്നും ഞാൻ ഇതിനകത്ത് ചെയ്യുന്നില്ല. ഐ മീൻ ലൈക്ക് വേറൊരാളുടെ ലൈഫിലത്തെ സ്റ്റോറി അല്ല ഞാൻ ഇവിടെ പറയുന്നത്. ഇറ്റ്സ് പ്യോർലി എൻ്റെ ലൈഫിൽ ഞാൻ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. ഇറ്റ്സ് റിലേറ്റഡ് ടു മൈ ലേണിംഗ് പ്രോസസ്സ്, എൻ്റെ ക്ലയൻറ്റ് എക്സ്പീരിയൻസസ്, എൻ്റെ ഒരു ഒരു സെൽഫ് കോൺഫിഡൻസ്, സെൽഫ് അവെയർനെസ് ഞാൻ ബിൽഡ് ചെയ്തത്, എൻ്റെ പെർസ്പെക്റ്റീവിൽ ഞാൻ കൊണ്ടുവന്ന ചേഞ്ചസ്, എൻ്റെ മൈൻഡ് സെറ്റ്, ഇതൊക്കെയാണ് ഞാൻ ഇവിടെ ഷെയർ ചെയ്യുന്നത്. സോ ദാറ്റ് ഇതിൽ എവിടെയെങ്കിലൊക്കെ എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന പോയിന്റ് ഉണ്ടാവും എനിക്ക് 100% ഷുവർ ആണ്. ബിക്കോസ് ഞാൻ അതുപോലത്തെ ക്ലയൻസിനെ ഞാൻ എൻ്റെ സെയിൽസ് കൺസൾട്ടേഷനിലും ഗ്രോത്ത് മൈൻഡ് സെറ്റ് സെഷനിലും ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ പ്രൊഫൈൽ തുടങ്ങി എൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചത്. സോ ദിസ് ഇസ് എ തിങ്. അപ്പോൾ വെൽക്കം ടു റീമാപ്പിംഗ് ലൈഫ് എൻ്റെ പ്രൊഫൈലിലേക്ക്. സോ ഞാൻ ഈ റീമാപ്പിംഗ് ലൈഫ് എന്ന് പറഞ്ഞൊരു പേര് കൊടുത്തേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ,
ഞാൻ ഈ ഗ്രോത്ത് മൈൻഡ് സെറ്റ് സെഷൻ്റെ കൺസൾട്ടേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് റീമാപ്പ് എന്ന് പറഞ്ഞൊരു പ്രൊഫൈലിൻ്റെ ബാനറിലാണ്. അപ്പം ഗ്രോത്ത് മൈൻഡ് സെറ്റ് സെഷനിലത്തെ കാര്യങ്ങളിലത്തെ കൈൻഡ് ഓഫ് കണക്ഷൻ വരുന്നൊരു കാര്യം തന്നെയാണ് ഞാൻ ഈ പ്രൊഫൈലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ആ പ്രൊഫൈൽ റീമാപ്പ് എന്നുള്ളതുകൊണ്ട് ഞാൻ എൻ്റെ ഈ ഒരു പ്രൊഫൈലിൽ റീമാപ്പിംഗ് ലൈഫ് എന്ന് പറഞ്ഞ പേരിട്ടേക്കുന്നത്. ആൻഡ് ഞാൻ ഈ പ്രൊഫൈൽ ഒരിക്കലും ഞാൻ ഇതുവരെയും എൻ്റെ മെയിൻ പ്രൊഫൈലാണെങ്കിലും എൻ്റെ സ്റ്റുഡൻറ്റിൻ്റെ ഡീറ്റെയിലോ എൻ്റെ ക്ലയൻറ്റിൻ്റെ ഡീറ്റെയിലോ ഒന്നും ഞാനങ്ങനെ അധികം റിവീൽ ചെയ്തിട്ടില്ല. സെയിം തിങ് അപ്ലൈസ് ചെയ്യുക. ഞാൻ ഇവിടെയും അതൊന്നും ഞാൻ ഭയങ്കരമായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. ബിക്കോസ് ഐഡൻറ്റിറ്റി എപ്പോഴും കോൺഫിഡൻഷ്യൽ ആയിരിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു പെർസ്പെക്റ്റീവ്. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ എൻ്റെ പ്രൊഫൈൽ നോക്കിയാൽ മനസ്സിലായി, ഞാൻ ആരെയും ടാഗ് ചെയ്യാറില്ല, ഞാൻ ആരെയും ഫോട്ടോ ഇടാറില്ല, ഒന്നും. ഐ ഡോണ്ട് ഡു എനിത്തിങ് ലൈക്ക് ദാറ്റ്. ബിക്കോസ് എനിക്കൊരു കോൺഫിഡൻഷ്യാലിറ്റി, എനിക്ക് വേറൊരാളുടെ ഒരു ടൈം ആൻഡ് സ്പേസ് ആൻഡ് പ്രൈവസി ഞാൻ റെസ്പെക്ട് ചെയ്യുന്ന ഒരാളാണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനത്തെ ഒരു കാര്യമൊന്നും ചെയ്യാത്തത്. അപ്പോൾ ഞാനിതിൽ എൻ്റെ ക്ലയൻറ്റിൻ്റെ സ്റ്റോറീസ് എല്ലാം പറയുന്നുണ്ടാവും. കുറച്ച് കാര്യങ്ങൾ കോൺഫിഡൻഷ്യലാക്കി വെച്ചിട്ടായിരിക്കും ഞാനത് ഷെയർ ചെയ്യുന്നത്. ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, ചില ആൾക്കാർ തിങ്ക് ചെയ്യുന്നുണ്ടാവും നമുക്ക് നാളെ ഒരു ബിസിനസ് തുടങ്ങി ആദ്യത്തെ ഒരു ക്ലയൻറ്റിൻ്റെ തന്നെ 2 ലക്ഷം രൂപ മേടിക്കാം, 5 ലക്ഷം രൂപ മേടിക്കാം എന്നുള്ളത്. ഈ 2 ലക്ഷവും 5 ലക്ഷം രൂപ മേടിക്കുന്നതിന് മുന്നേ ഒരു 10,000 രൂപയ്ക്കുള്ളൊരു വർക്ക് ചെയ്താൽ മാത്രമായിരിക്കും 1 ലക്ഷത്തിൻ്റെ വർക്ക് എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് അറ്റ്ലീസ്റ്റ് ഇമാജിൻ ചെയ്യാൻ പറ്റുന്നത്. നമുക്കൊരു ബേസ് ലൈൻ വേണമല്ലോ, നമ്മൾ പറയുന്നില്ല, ഒരു ബെഞ്ച് മാർക്ക് കാര്യം വേണം. ആ ബെഞ്ച് മാർക്ക് ഉണ്ടെങ്കിൽ മാത്രമേ അതിൻ്റെ അപ്പുറത്ത് എങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം നമ്മളിപ്പോൾ ഒരു കമ്പനി തുടങ്ങി, അതിലൊരു സ്റ്റാഫിനെ എടുത്ത് നമ്മൾ അവരുടെ കാര്യങ്ങളെല്ലാം നോക്കി വരുമ്പോഴായിരിക്കുമല്ലോ ഒരു സ്റ്റാഫിനെ വെച്ചപ്പം എന്തൊക്കെയായിരുന്നു ചാലഞ്ചസ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. മേ ബി സാലറി ഇഷ്യൂസ് ഉണ്ടാവും, അയാൾ പ്രോപ്പർലി വർക്ക് ചെയ്യാതിരിക്കും, അങ്ങനെ പല ചാലഞ്ചസ് ഉണ്ട്. അറ്റ് ദ സെയിം ടൈം ഞാൻ ഒരാളെ വെച്ച് നോക്കുന്നതിന് വരെ ഞാൻ ആദ്യമേ ഒരു 10-20 പേരെ ഞാൻ അങ്ങ് ഹയർ ചെയ്ത് കഴിഞ്ഞാൽ അത് ഭയങ്കര ഹെക്റ്റിക് ആവുമല്ലോ, നമുക്ക് ആ ലേണിംഗ് കർവ് നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് എനിക്കങ്ങനെ കുറേ ആൾക്കാർക്ക് ഒരു റിയലൈസേഷനും അവർക്ക് ആ ഒരു ഇൻസൈറ്റും കൊടുക്കണമെന്ന് എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ഒരു ജേർണി, ഇതുവരെ എൻ്റെ ഒരു ചെറിയ ജേർണിയിൽ ഞാൻ കണ്ടിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഈ പ്രൊഫൈൽ വഴി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. സോ ഇതൊക്കെയാണ് ഞാൻ ഈ പ്രൊഫൈൽ വഴി ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ ഇഫ് യു like to know about it, if you are interested, you can follow the profile. അപ്പോൾ ദാറ്റ്സ് എ തിങ്. അപ്പോൾ ഞാനൊരു ഇൻട്രൊഡക്ഷൻ ഞാൻ ഇവിടെ തന്നേ ഉള്ളൂ. ഇൻ ദ കമ്മിങ് ഡേയ്സ് ഐ വിൽ ക്രിയേറ്റ് മോർ വീഡിയോസ് ഇൻ ഇൻസ്റ്റാഗ്രാം. ഞാനൊരു യൂട്യൂബ് ചാനൽ ആലോചിക്കുന്നുണ്ട്. ബിക്കോസ് ഇപ്പോൾ ഈ വീഡിയോ എടുക്കാൻ തുടങ്ങി ഏകദേശം ഒരു 12 മിനിറ്റായി. കട്ട് ചെയ്ത് വരുമ്പോൾ ചിലപ്പോൾ ഒരു 10 മിനിറ്റ് ഉണ്ടാവുമായിരിക്കും. ഞാൻ നോർമലി ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ ഞാൻ ആ ഫ്ലോയിൽ കണക്ട് ചെയ്താണ് സംസാരിക്കുന്നത്. സ്ക്രിപ്റ്റ് ഒന്നും എനിക്ക് വർക്കൗട്ട് ആവത്തില്ല. എഫേർട്ട് ഇട്ടാൽ വർക്കൗട്ട് ആവും, ബട്ട് ആ എഫേർട്ട് കുറച്ച് ഹ്യൂജ് എഫേർട്ടായിരിക്കും. അതിനെക്കാട്ടിലും നല്ലത് എനിക്കിങ്ങനെ ഒരു ഓപ്പൺ കോൺവെർസേഷനാണ് എനിക്കിഷ്ടം. സോ ഇപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ്, UI/UX എല്ലാ കാര്യങ്ങളും, ബിസിനസ് കൺസൾട്ടേഷൻ, ഫ്രീലാൻസിങ്, ഓൾ റിലേറ്റഡ് ടു ടെക്നിക്കൽ സൈഡല്ല, ലൈക്ക് അതിൻ്റെ ഒരു വർക്കിംഗ് സൈഡാണ് ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ്, ഫോളോ മൈ ഇൻസ്റ്റഗ്രാം. ഓൾസോ ഞാൻ ലോങ് ഫോം വീഡിയോ എടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഞാൻ ഉറപ്പിച്ചിട്ടില്ല ആ ലോങ് ഫോം വീഡിയോ എൻ്റെ ഈ ജേസൺ ക്രിസ്റ്റഫർ എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ ഇടണോ അതോ അതിന് വേറെ യൂട്യൂബ് ചാനൽ തുടങ്ങണോ എന്ന് ഞാൻ പ്ലാൻ ചെയ്തിട്ടില്ല. സ്റ്റാർട്ടിങ് അനദർ യൂട്യൂബ് ചാനൽ ആൻഡ് മാനേജിങ് ദാറ്റ് ചാനൽ ഒരു ഹെക്ടിക് ടാസ്ക്കാണ്. അതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്ന എനിക്ക് തോന്നുന്നില്ല. മേ ബി ഇതിൻ്റെ അകത്ത് തന്നെ ആയിരിക്കും ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ലെറ്റ്സ് സീ, ഐ ഡോണ്ട് നോ. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. സോ ദാറ്റ്സ് ദ തിങ്. ഞാനപ്പോൾ എന്തായിരിക്കും നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളൊരു ഇൻട്രോ തരാനാണ് ഞാൻ ഈ വീഡിയോ എടുത്തത്. താങ്ക് യു.